തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2023 ഡിസംബർ 26 ചൊവ്വ രാത്രി 8 മണി മുതൽ 2024 ജനുവരി 6 ശനി രാത്രി 8 മണി വരെ. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 17 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാനായി സന്ദർശിക്കുക www.thiruvairanikkulamtemple.org. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഭക്തർക്ക് ദർശന പുണ്യം നൽകി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്നു. ഇനിയുള്ള 11 ദിനങ്ങൾ ഉമാമഹേശ്വര അനുഗ്രഹത്താൽ ക്ഷേത്രസന്നിധി ഭക്തിസാന്ദ്രമാകും. നടതുറപ്പുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 4 മണിയോടെ അകവൂർ മനയിൽ നിന്നുമാണ് ആരംഭിച്ചത്. മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഉമാമഹേശ്വരന്മാർക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും കെടാവിളക്കിൽ നിന്ന് പകർത്തിയ ദീപവും മനയിലെ കാർണവലിൽ നിന്നും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ പ്രതിഷ്ഠിച്ചു. 3.5 മണിക്കൂർ പിന്നിട്ട് ഘോഷയാത്ര രാത്രി 7:30 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി രഥത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകോവിലിലെ വിഗ്രഹങ്ങളിൽ അണിയിച്ചു. പിന്നീട് ക്ഷേത്രം ഊരാൺമക്കാരായ അകവൂർ, വെടിയൂർ, വെൺമണി മനകളിലെ പ്രതിനിധികളും സമുദായ തിരുമേനിയും ദേവിയുടെ ഉറ്റുതൊഴി സങ്കല്പമായ പുഷ്പണിയും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും ദേവിയുടെ തിരുനടക്ക് മുമ്പിലെത്തിയതോടെ നട തുറക്കുന്നതിനായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സമുദായ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ബ്രാഹ്മണിയമ്മ നട തുറക്കുവാൻ പറയുകയും മേൽശാന്തി ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയും ചെയ്തു. രാത്രി 8 മണിക്ക് തിരുനട ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നപ്പോൾ ദേവീസ്തുതികളാൽ ക്ഷേത്ര പരിസരം മുഖരിതമായി. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന്റെ സാഫല്യത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകൾ ദർശിക്കാനായി തിങ്ങി നിറഞ്ഞിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മുതൽ 1:30 വരെയും വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 2 മുതൽ രാത്രി 9 വരെയുമാണ് നട തുറന്നിരിക്കുന്നത്. 16.5 മണിക്കൂറോളം ക്ഷേത്രം ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് ദേവീ ദർശനത്തിനായി തുറന്നിരിക്കുന്നുണ്ട്. ദേവിയുടെ നട 12 ദിവസം മാത്രമാണ് തുറക്കുന്നതെങ്കിലും ഭഗവാന്റെ ഇതടക്കമുള്ള മറ്റ് നടകളെല്ലാം 365 ദിവസവും തുറക്കും. പക്ഷേ ദേവിയെയും ദേവനെയും ഒരുമിച്ച് തൊഴാനുള്ള സൗകര്യം ഈ 12 ദിവസം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ തിരുവൈരാണിക്കുളത്തേക്ക് ഒഴുകിയെത്തുന്നത്. ദർശനത്തിന് ശേഷം രാത്രിയിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള തിരുവാതിരകളിയും പൂത്തിരുവാതിര ചടങ്ങുകളും പാതിരാപ്പൂച്ചൂടലും ക്ഷേത്രത്തിൽ നടന്നു. Bobby Chamanur International Jeweler.